പുണ്യ റമദാനെ ആവേശത്തോടെ സ്വീകരിച്ച് ഗൾഫ് നാടുകളിലെ വിശ്വാസികൾ ഇഫ്താറുകളും രാത്രി നമസ്കാരങ്ങളുമായി വിശ്വാസികൾ പള്ളികളിൽ സജീവമാവുകയാണ്. മലയാളികളടക്കമുള്ളവർ ഇഫ്താർ ടെന്റുകളിൽ ഭക്ഷണമൊരുക്കിയും മറ്റും സജീവമാണ്. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റമദാൻ മാസക്കാലങ്ങളിൽ ഗൾഫ് നാടുകളിൽ ഇത്തരം ടെന്റുകൾ സർവ്വസാധാരണമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും വലിയ സന്ദേശം പകരുന്ന ഇഫ്താർ ടെന്റുകൾ. വിവിധ രാജ്യക്കാരായ ആളുകൾക്ക് ഒരുമിച്ചെത്തി മനസ്സു നിറഞ്ഞ് നോമ്പ് മുറിച്ച് മടങ്ങാനുള്ള ഇടങ്ങളാണ് ഇത്തരം തമ്പുകൾ. ആർക്കും കയറി വരാവുന്ന, ഓരോരുത്തരെയും പുഞ്ചിരിയോടെ സ്വീകരിച്ച് ഭക്ഷണം നൽകുന്ന ഇടങ്ങൾ. സാഹോദര്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും മനോഹര കാഴ്ചകളാണ് ഇവിടെയെങ്ങും. പള്ളികളോട് ചേർന്ന് വിശാലമായ സ്ഥലങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ടെന്റുകൾ കാണുക. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇത്തരം ടെന്റുകൾ ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത. വൈകിട്ട് 5 മണിയോടെ ഭക്ഷണം ഒരുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ആരംഭിക്കും. മലയാളികൾ അടക്കമുള്ള ആളുകളാണ് വോളണ്ടിയർമാരായി നിസ്വാർത്ഥ സേവനം നടത്തുന്നത്. പെരുന്നാൾ അറിയിക്കുന്ന ദിവസം വരെ ഇവരിങ്ങനെ കൈമെയ് മറന്ന് നിറഞ്ഞു നിൽക്കും. മാക്സിമം എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്നോ അത്രയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. അത് നമ്മൾ വളണ്ടിയറായിട്ട് നമ്മൾ നടപ്പിലാക്കുകയാണ്. ശേഷം ഞങ്ങൾ 2 മണിക്ക് ശേഷം ഇവിടുന്ന് ഫുഡ് കളക്ട് ചെയ്യാനും അതിനുശേഷം 5 മണിക്ക് ശേഷം ഫുഡ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഷനും ആൾക്കാരെ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് ഇരുത്താനും എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഈ വർഷവും അതുപോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിന് എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ലേബർ ക്യാമ്പിലാണ് ഇതിന് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഓൾമോസ്റ്റ് 500-ഓളം വളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. പങ്കുവെക്കലിൻ്റെ വലിയ സന്ദേശം പകർന്ന് റമദാനിൽ 30 ദിവസം ഈ ടെന്റുകൾ ഇങ്ങനെ പ്രവർത്തിക്കും. സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് ഇത്തരം ടെന്റുകൾ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.